ഈ ഒരു സ്പെഷ്യൽ ചേരുവയും 2 ടൈപ്പ് പുളികളൊക്കെ ചേർത്ത് കല്യാണ സദ്യ ടൈപ്പ് അവിയൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് കേരളത്തിലെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അവിയൽ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അവിയൽ നാടൻ രുചികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ണങ്ങളായിട്ട് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ചേരുവകളുടെയും കൃത്യമായ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിയൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കഷ്ണങ്ങളും ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കണ്ടോ, ഒരേ നീളത്തിൽ ഒരേ കനത്തിൽ നമ്മൾ മാക്സിമം അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം. കായ മാത്രം സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കണം. അരപ്പിനായിട്ട് മീഡിയം സൈസിലുള്ള ഒരു മുഴുവൻ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം മാക്സിമം ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. ചട്ടി ചൂടാക്കി അതിലേക്ക് ബാക്കി കഷ്ണങ്ങളെല്ലാം ഒരുമിച്ചിട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ. വേവിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. കഷ്ണങ്ങൾ വേവാനായിട്ട് ഒന്ന് അടച്ചു വെക്കാമേ. വളരെ കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ, അടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റേജിൽ ഉപ്പ് ചേർക്കാം. കൂടെ ഇത് ആദ്യത്തെ പുളി ചേർക്കുകയാണ്. ഇത് സാധാരണ വാളം പുളിയാണ്. ഇതൊരു അരിനെല്ലിക്ക വലുപ്പത്തിൽ ഉരുട്ടിയെടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ ചേർക്കുകയാണ് കേട്ടോ. ഇതൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിലാണ് ഞാൻ കലക്കിയെടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും എന്തായാലും ചേർക്കണം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടി വേവിക്കുക. ഇവിടെ ഇപ്പോൾ കഷ്ണങ്ങൾ ഒരുവിധം പകുതി വെന്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാനിത് ചേർത്തത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും പുളിയൊക്കെ നന്നായിട്ട് ആ കഷ്ണത്തിലൊക്കെ പിടിച്ചിട്ടുണ്ടാവുകയെ വെള്ളം നല്ലപോലെ വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. വെള്ളം ഒരുവിധം വറ്റിക്കഴിഞ്ഞ ശേഷം ഒരു 1/4 കപ്പോളം അധികം പുളിയില്ലാത്ത തൈര് നല്ലപോലെ ഉടച്ചെടുത്ത് ചേർക്കുകയാണ്. കൂടെ ഒരു 1/2 ടീസ്പൂണോളം ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് ഇളക്കാം. അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്താലും മതി. അത് പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ കുറുകി വരണം. കഷ്ണങ്ങളിലൊക്കെ നല്ലപോലെ ആ ഒരു തൈരൊക്കെ പിടിച്ച ശേഷം നമുക്ക് തേങ്ങ ചതച്ച് വെച്ച് ആ ഒരു മിശ്രിതം ചേർക്കാം. കൂട്ടി ഇളക്കുന്നതിന് മുമ്പ് ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റുക. അതിനുശേഷം തുറന്നിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക കേട്ടോ. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഒന്നുപോലും ഉടഞ്ഞു പോയിട്ടില്ല. അവിയൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കാം കേട്ടോ. പച്ചക്കറി വേവിക്കുന്ന സമയത്തുള്ള വെള്ളം നല്ലപോലെ വറ്റിയ ശേഷം മാത്രം നമ്മൾ തൈര് കലക്കിയത് ചേർക്കുക. അതുപോലെ തന്നെ തൈര് നല്ലപോലെ ഈ കഷ്ണങ്ങളിൽ പിടിച്ച ശേഷം മാത്രം തേങ്ങയുടെ അരപ്പ് ചേർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിയൽ വളരെ രുചികരമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതൊന്നും അല്ലാതെ തന്നെ ഞാൻ വേറൊരു ചേരുവ കൂടി ഇവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചെക്ക് ചെയ്ത ശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. കാരണം തേങ്ങയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ ഉപ്പ് കുറച്ച് പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വെള്ളം വറ്റുന്നതിന് മുമ്പേ ഈ തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിലൊരു വെള്ളത്തിൻ്റെ ചുവ വരും. അപ്പോൾ അവിയലിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതാണ് ഇതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഈ സമയത്ത് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഈ ഉലുവ വറുത്ത് പൊടിച്ചതും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ആ അവിയലിൻ്റെ ഒരു പ്രത്യേക മണം എല്ലാം കൂടി മിക്സ് ആകുമ്പോണ്ടല്ലോ, ശരിക്കും നമ്മൾ കല്യാണ സദ്യയിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അത്രയും നല്ല ഒരു മണമാണ്. വള്ളുവനാടൻ ഭാഗങ്ങളിലാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് അവിയൽ കൂടുതൽ കാണാറുള്ളത്. പക്ഷെ അതിൽ ചിലർ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. പക്ഷെ എനിക്കെന്തോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണ് ഇഷ്ടം. ഇതുപോലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നല്ല ടേസ്റ്റിൽ ട്രഡീഷണൽ രീതിയിൽ ആ പഴമയുടെ ആ രുചിയിൽ അവിയൽ കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഓണമൊക്കെ വരികയല്ലേ, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ഇനി ഓണം വരാൻ കാത്തു നിൽക്കണ്ട, അതിന് മുന്നേ നിങ്ങളൊന്ന് ട്രൈ ചെയ്തേക്ക്. ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുന്നതിനേക്കാളും കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കിയ രാത്രി സമയത്തെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ കഴിക്കാം, ഒരു സാലഡ് പോലെയും കഴിക്കാം. നല്ല ഹെൽത്തിയാണ്, രുചിയുമാണ്. അപ്പോഴെന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.